ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എങ്ങനെ സുഖാണോ? സുഖാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉറക്കം വളരെ പ്രധാനമാണല്ലേ? ശാന്തമായ ഉറക്കം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും രാത്രി ഉറക്കത്തിൽ പാട്ട് കേട്ടിറങ്ങുന്ന ശീലം എനിക്കുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ സുഖമായിട്ട് പാട്ട് കേട്ടിറങ്ങാറുണ്ട്. അപ്പോഴും എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനും കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം ഇന്നലെയും ഞാൻ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഒരു കോമൺ കമന്റ് ഇങ്ങനെ കംപ്ലീറ്റ്ലി വന്നുകൊണ്ടിരിക്കുവാണ്. ആ പാട്ടിനെ കുറിച്ചോ പാട്ടിന്റെ ഫീലിനെ കുറിച്ചോ ഒന്നും കമന്റ് ചെയ്യില്ല. കാരണം എന്താ? നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, നമുക്ക് ആഡാണ് പ്രശ്നം. ഈ ആഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സൈഡ് നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. മറ്റേ സൈഡ് രാത്രി കാലങ്ങളിൽ വലിയ ശല്യക്കാരനാണല്ലേ. അപ്പൊ ആ ശല്യം തീർക്കാൻ ഒരു അടിപൊളി വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഈ ഇന്നത്തെ കാലത്ത് ആഡ് മാറ്റാൻ പല വഴികളും ഉണ്ടാവും. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നു. കാരണം വേറെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എനിക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരുപാട് അങ്ങനെ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതെന്നും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകും, 100% ഉറപ്പാണ്. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമല്ലേ ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഉറക്കം തന്നെയാണ് കേട്ടോ. എന്നാൽ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് ഉറക്കമില്ലാതെ, അല്ലേ? പാട്ട് കേട്ടിറങ്ങുന്നെങ്കിൽ പാട്ട് കേട്ടിറങ്ങും. ഈ ആഡ് ശല്യക്കാരനായിട്ട് നമുക്ക് വേണ്ട. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ ബ്രേവ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബ്രേവ്, BRAVE, അതാണ് സ്പെല്ലിങ്. ബ്രേവ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന അതേ സെയിം ആ ആപ്ലിക്കേഷൻ തന്നെയാണ് ബ്രേവ് പ്രൈവറ്റ് വെബ് ബ്രൗസർ. ആ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി അതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചിലപ്പോൾ വർക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യം ഞാനിപ്പോൾ പറയുന്നതാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത്, അതായത് ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ സോങ് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കണ്ടേ, ഫോൺ ഉൾപ്പെടെ. ഇങ്ങനെ ബ്രൈറ്റ്നസ് ഇങ്ങനെ അത് ഇറിറ്റേഷനാണ്. പക്ഷേ ഇത് ക്ലോസ് ചെയ്ത് നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സോങ് പ്ലേ ആയിക്കൊണ്ടേയിരിക്കും, ഫോൺ ഓഫ് ചെയ്ത് വെച്ചാലും. അപ്പം അങ്ങനെ ഒരു ഗുണം ഈ ആപ്ലിക്കേഷനുണ്ട് കേട്ടോ. അതെനിക്ക് പറയാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ മുൻകൂട്ടി പറയുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഏകദേശം ഡൗൺലോഡ് ആവുന്ന ഇൻസ്റ്റാളിങ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ആദ്യം വരുന്ന ഇൻ്റർഫേസിൽ ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നാണ്. ഞാൻ ഡോണ്ട് അലോ ആണ് കേട്ടോ കൊടുത്തത്. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വേണമെങ്കിൽ എടുത്താൽ മതിയല്ലോ. പിന്നെ ഇത് നമ്മുടെ ഡീഫാൾട്ടായിട്ട് ഇടണമെന്ന് ചോദിച്ചു, ഞാൻ വേണ്ട എന്ന് തന്നെയാണ് കൊടുത്തത്. പിന്നെ ബാക്കി ഇത് കണ്ടിന്യൂ കൊടുത്തങ്ങ് പോകണം, എന്നാലേ ഇത് ഓപ്പൺ ചെയ്യത്തുള്ളൂ ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് പേജ്, അടുത്ത ഇൻ്റർഫേസ് വരുമ്പോൾ അവിടെ സെർച്ച് URL അല്ലെങ്കിൽ ടൈപ്പ് URL എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടാവും. അവിടെ സെർച്ച് തന്നെയാണ്. അവിടെ www.youtube.com എന്ന് സെർച്ച് ചെയ്യുക. ഞാനിപ്പോൾ അങ്ങനെയാണ് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്തത്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ നമുക്ക് യൂട്യൂബ് എടുക്കുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ ആ പേജ്, നമ്മുടെ യൂട്യൂബിൻ്റെ പേജ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനകത്ത് ഒരു സെർച്ച് ഉണ്ടാവും. ആ സെർച്ചിൽ നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ രാത്രി പാട്ടല്ലേ കേൾക്കുന്നത്, അപ്പം ഞാൻ ഇപ്പോൾ സോങ്സ് എന്നാണ് അടിച്ചത്. ഞാനിപ്പോൾ സോങ്സ് ഫോർ റിലാക്സിങ്, ഞാനിപ്പോൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ഉറങ്ങുമ്പോൾ റിലാക്സ് ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ മലയാളം സോങ്സാണ് കേട്ടോ സെർച്ച് ചെയ്തത്. അപ്പോൾ കുറച്ച് മലയാളം പാട്ട് ഞാൻ സെർച്ച് ചെയ്തത് കിട്ടിയായിരുന്നു. അത് ഞാൻ ഓരോന്നായിട്ട് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിനിടയിൽ ഒരു ആഡ് പോലും വരുന്നില്ല എന്ന് നിങ്ങളെ കാണിക്കുക. നമ്മൾ സാധാരണ യൂട്യൂബിലാണെങ്കിൽ ഇങ്ങനെ അത് നമുക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ തന്നെ ആഡ് കയറി വരും. പക്ഷേ ഇതിൽ ഒരു ആഡും വരുന്നില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അത് ഫോർവേഡ് ചെയ്ത് കളയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ആഡും ഇല്ലാതെ കാണാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയി. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മുടെ പാട്ട് ഓൺ ചെയ്തതിന് ശേഷം
അത് മിനിമൈസ് ചെയ്തിട്ട് ആ പേജ് മിനിമൈസ് ചെയ്തിട്ട് ഫോൺ ഓഫ് ചെയ്ത് വെച്ച് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നുണ്ട്. ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പാട്ട് പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കേൾപ്പിക്കുന്നില്ല. നിങ്ങളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഫോൺ ഓൺ ചെയ്ത് ആ സ്ക്രീൻ എടുത്ത് ഒന്നുകിൽ പാട്ട് പോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സ്ക്രീനിന് ക്ലോസ് ചെയ്ത് മാറ്റുക. ആ പേജ് ക്ലോസ് ചെയ്ത് മാറ്റുക. എന്നാൽ മാത്രമേ ആ പാട്ട് ഓഫ് ആവത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഫോണിൻ്റെ വെട്ടം കൊണ്ട് നമ്മുടെ ഉറക്കം പോകുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടുമില്ല. ഫോൺ കമഴ്ത്തിയൊക്കെ വെക്കേണ്ടി വരത്തില്ലേ നമുക്ക്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ മറക്കണ്ട, ബ്രേവ് ആണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.